ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള അപ്പോസ്തലന്മാർ പ്രേക്ഷിതത്വത്തിന് ശേഷം യേശുവിൻ്റെ പക്കൽ ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും യേശുവിനെ അറിയിക്കുന്നതും യേശുവിൻ്റെ ജീവിതത്തിലെ തിരക്കേറിയ അവസ്ഥയെയും വിവരിക്കുന്ന ഭാഗമാണ്. ആദ്യത്തെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെ തുടർന്നാണ് ശിഷ്യന്മാർ യേശുവിൻ്റെ ചുറ്റും ഒരുമിച്ച് കൂടുന്നതും തങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുന്നതും. എന്തെല്ലാം ചെയ്യണമെന്നും എങ്ങനെ പെരുമാറണമെന്നും വ്യക്തമായി നിർദ്ദേശം നൽകിയാണ് യേശു ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിന് അയച്ചത്. തങ്ങളുടെ ദൗത്യ നിർവഹണം എപ്രകാരമായിരുന്നുവെന്ന് അറിയിക്കാനാണ് ശിഷ്യന്മാർ യേശുവിൻ്റെ ചുറ്റും ഒരുമിച്ച് കൂടിയത്. വിശുദ്ധ മർക്കോസ് 6:7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷകൻ വിവരിച്ച ശിഷ്യന്മാരുടെ പ്രേക്ഷിത യാത്രയുടെ പരിസമാപ്തി ഇവിടെ കാണാൻ കഴിയും. 12 പേരുടെ സംഘത്തെ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ അയക്കപ്പെട്ടവർ എന്ന് വിശുദ്ധ മർക്കോസ് വിളിക്കുന്ന ഒരേ ഒരു വചനഭാഗമാണിത്. മിഷനറിമാർ അല്ലെങ്കിൽ പ്രേക്ഷിതർ എന്ന വിശാലമായ അർത്ഥത്തിലാണ് ഇവിടെ അപ്പോസ്തലന്മാർ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. തങ്ങളെ അയച്ചവരുടെ അടുക്കൽ വന്ന് വിവരം ധരിപ്പിക്കുക എന്നത് ഔദ്യോഗിക സന്ദേശവാഹകരുടെ ഉത്തരവാദിത്വമാണ്. ശിഷ്യന്മാർ മടങ്ങി വന്ന് തങ്ങൾ പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും യേശുവിനെ ധരിപ്പിക്കുന്നത് അപ്പോസ്തലിക പ്രബോധനത്തിൻ്റെ ഉറവിടത്തെയും ആധികാരികതയെയും വ്യക്തമാക്കുന്നു. അത് യേശുവാണെന്ന് വ്യക്തമാക്കുന്നു. ഇന്നത്തെ തിരുവചനത്തിൽ ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയില്ല എന്ന പരമാർശവും വിജനസ്ഥലത്ത് വരുവിൻ എന്ന പരമാർശവും അർപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. യേശുവിന് അവരോട് തോന്നുന്ന അനുകമ്പയും അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തിന് അടിത്തറയാകുന്നു. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാർ തനിയെ വിജന പ്രദേശത്തേക്ക് പോയി എന്നാണ്. തനിയെ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കത്തിദിയാൻ എന്ന പ്രയോഗമാണ്. ഈ പ്രയോഗത്തിന് വേർപിരിഞ്ഞ്, ഏകാന്തമായി, രഹസ്യമായി എന്നൊക്കെയുള്ള അർത്ഥതലങ്ങളുണ്ട്. അധ്വാനിച്ച് ക്ഷീണിച്ച യേശുവിൻ്റെയും ശിഷ്യരുടെയും മാനുഷിക മുഖം നാം ഇവിടെ കാണുന്നു. അതോടൊപ്പം യേശുവിൻ്റെ ശുശ്രൂഷകർക്ക് വിശ്രമം നൽകുന്ന ഹൃദയവിശാലതയും ഇവിടെ കാണാം. മറ്റുള്ളവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും പരിഗണിക്കുമ്പോൾ വിശ്രമിക്കുവാനുള്ള ശിഷ്യരുടെ അവകാശവും വിശ്രമത്തിൻ്റെ ആവശ്യകതയും ഇവിടെ സൂചിപ്പിക്കുന്നു. കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് വിശ്രമം അനിവാര്യമാണ്. യേശുവും ശിഷ്യരും ഏത് കടവിലേക്കാണ് പോയതെന്ന് കരയിൽ നിന്നവർ മനസ്സിലാക്കി. ജനം കരവഴി യേശുവിനും ശിഷ്യന്മാർക്ക് മുമ്പേ കടവിലെത്തി അവർക്കായി കാത്തിരുന്നു. യേശുവിൻ്റെ യാത്രകൾ രഹസ്യാത്മകങ്ങളായിരുന്നില്ല. ജനങ്ങൾക്കറിയാമായിരുന്നു അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. യേശുവിൻ്റെ മാനുഷിക ഗുണങ്ങൾ ഇവിടെ വീണ്ടും തെളിയുകയാണ്. വിശ്രമമില്ലാതെ, പരാതികളില്ലാതെ ജനങ്ങളുടെ രക്ഷയ്ക്കും മോചനത്തിനുമായി പ്രവർത്തിക്കുന്ന യേശുവിന് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നു. അവരോട് ആർദ്രത കാട്ടുന്നു. ജനത്തിൻ്റെ ആവശ്യത്തിന് മുമ്പിൽ യേശു അനുകമ്പാതനാകുന്നു. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു. ഇടയനില്ലാത്ത ജനത്തിന് ഇടയനായി യേശു മാറുന്നു. സംഖ്യയുടെ പുസ്തകം 27:17 പറഞ്ഞിരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിക്കാൻ അവർക്കായി ഇടയനെ നൽകണമെന്ന മോശയുടെ പ്രാർത്ഥന യേശുവിൽ ഫലമണിയുന്നു. യേശുവാണ് ദൈവം നൽകിയ ഇടയൻ. വിശുദ്ധ യോഹന്നാൻ 10:11 പറഞ്ഞിരിക്കുന്നു, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇസ്രായേൽ ജനതയെ നയിക്കാൻ രാജാക്കന്മാരെയും ധാരാളം റബിമാരെയും നിയമജ്ഞരെയും നൽകി. എന്നാൽ അവർ അന്ധരെ നയിക്കുന്ന അന്ധരെ പോലെ അപകടകാരികളായി മാറി. 1 രാജാക്കന്മാരുടെ പുസ്തകം 22:17 പറഞ്ഞിരിക്കുന്നു, ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. കർത്താവ് അരുൾ ചെയ്യുന്നതും കേട്ടു, ഇവർക്ക് നാഥനില്ല, നല്ല ഇടയന്മാരില്ല എന്നത് എക്കാലത്തെയും സങ്കീർണ പ്രശ്നമായി നിലകൊള്ളുന്നു. കൂലിക്കാരായ ഇസ്രായേലിലെ ഇടയന്മാർക്ക് പകരം
ദൈവം തന്നെ നേരിട്ട് തൻ്റെ ജനത്തിൻ്റെ ഇടയനായി വരുന്ന ഒരു സുവർണ കാലത്തെക്കുറിച്ച് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34 അധ്യായം പ്രതിപാദിക്കുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34:5-6 പറഞ്ഞിരിക്കുന്നു, ഇടയനില്ലാത്തതിനാൽ അവർ ചിതറിപ്പോയി, കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായി തീർന്നു. എൻ്റെ ആടുകൾ ചിതറിപ്പോയി, മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടക്കുന്നു. തുടർന്ന് എസെക്കിയേൽ 34:11 പറഞ്ഞിരിക്കുന്നു, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. പഴയ നിയമത്തിൽ യാഹ്വേയ്ക്ക് ജനത്തിനു മേലുണ്ടായിരുന്ന ഇടയസ്ഥാനം ഇന്നത്തെ വചനത്തിൽ യേശു ഏറ്റെടുക്കുന്നു. വാഗ്ദാനം ചെയ്യപ്പെട്ട ക്രിസ്തുവാണ് നല്ല ഇടയനായ യേശു തൻ്റെ ഇടയ ദൗത്യം നിർവഹിക്കുന്നത് ജനത്തെ പഠിപ്പിച്ചുകൊണ്ടാണ്. ജനം ആഗ്രഹിച്ചത് രോഗശാന്തിയാണെങ്കിലും യേശു തൻ്റെ ഇടയ ദൗത്യം പ്രഥമമായി നിർവഹിക്കുന്നത് പഠിപ്പിച്ചുകൊണ്ടാണ്. അതിൻ്റെ അനുകമ്പാതരമായ ഭാവമാണ് രോഗശാന്തിയിലും മറ്റത്ഭുതങ്ങളിലും അപ്പം വർദ്ധിപ്പിക്കുന്നതിലും പ്രകടമാകുന്നത്. ഈ അർത്ഥത്തിലാണ് ഇടയനില്ലാത്ത ആടുകളോട് യേശുവിന് തോന്നിയ അനുകമ്പയെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം, ദൈവരാജ്യ പ്രഘോഷകർ യേശുവിനെയും അപ്പോസ്തലന്മാരെയും പോലെ വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നവരാകണം. യേശുവിൻ്റെ മുന്നിൽ തങ്ങളുടെ സന്തോഷവും പ്രതിസന്ധികളും പങ്കുവയ്ക്കണം. യേശുവിനെ പോലെ ജനങ്ങളുടെ ആവശ്യങ്ങളോട് അനുകമ്പയുള്ളവരാകണം. നല്ല ഇടയന്മാരായി വർത്തിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.